ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഓട്സ് ആപ്പിൾ സ്മൂത്തി. ഈ ഒരു സ്മൂത്തി കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാകും. അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമ്മുടെ ഓട്സ് ആപ്പിൾ സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്മൂത്തി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഓട്സും ബദാമും കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്നിളക്കിയതിന് ശേഷം മാറ്റിവെക്കാം. അടുത്തതായി ഞാനിവിടെ 5 ബദാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബദാം മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇവ രണ്ടും 15 മിനിറ്റ് കുതിരാനായി മാറ്റിവെക്കാം. 15 മിനിറ്റിന് ശേഷം ബദാം തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഓട്സ് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായി തൊലി കളഞ്ഞെടുത്ത ബദാം, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിക്ക് പകരം 4 കുരു കളഞ്ഞ ഡേറ്റ്സ് എടുത്താലും മതി. ഒരു വലിയ ആപ്പിള്, 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ്, 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ തേൻ. തേൻ വളരെ ഹെൽത്തി ആയതുകൊണ്ടാണ് പഞ്ചസാരയ്ക്ക് പകരം ഞാനിവിടെ തേൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഇവയെല്ലാം ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാല് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓട്സ് ആപ്പിൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കോൺഫ്ലേക്സും തേനും കൂടി ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു സ്മൂത്തിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്